الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള വിശ്വാസികളെ, ഗർഭിണിയും മുലയൂട്ടുന്നവളും എങ്ങനെ എല്ലാ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവൾക്കും നോമ്പ് ഉപേക്ഷിക്കാൻ പറ്റുമോ? പല ആളുകൾക്കുള്ള സംശയമാണ്. ഗർഭിണികൾക്ക് എന്താക്കണ്ട, നോമ്പെടുക്കണ്ടല്ലോ. അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീയാണെങ്കിൽ അവൾക്ക് എന്താക്കണ്ട, നോമ്പെടുക്കണ്ടല്ലോ എന്നുള്ള പല ആളുകൾക്കുള്ള സംശയമാണ്. അത് ഉപേക്ഷിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. എന്നാൽ ഇല്ല, അവൾക്കോ കുഞ്ഞിനോ ബുദ്ധിമുട്ടുകൾ വല്ലതും നേരിടുമെന്ന ഭയമുണ്ടെങ്കിൽ മാത്രമേ നോമ്പ് നിർബന്ധമാവാത്തുള്ളൂ. അല്ലെങ്കിൽ നോമ്പ് നിർബന്ധമാണ്. ആ ഭയമില്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. നോമ്പ് ഉപേക്ഷിക്കരുത്. ഇങ്ങനെ ഉപേക്ഷിച്ച നോമ്പുകൾ എത്രയാണോ ആ എണ്ണം പിന്നീട് നിർബന്ധമായും അവൾ ഖളാ വീട്ടുകയും വേണം. ഖളാ വീട്ടിൽ നിർബന്ധമാണ്. ഇനി ഇവള് ഫിദിയ നൽകേണ്ടതുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അതായത് ഇവൾ കാരണം കൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഭയം കൊണ്ട് അവൾക്ക് എന്താക്കി, നോമ്പ് ഉപേക്ഷിച്ചു. അപ്പൊ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഫിദിയ നിർബന്ധമുണ്ടോ, നൽകേണ്ടതുണ്ടോ ആ ചോദ്യം. അതേ, മുലയൂട്ടുന്നവളും ഗർഭിണിയും കുഞ്ഞിന് വല്ല നാശം സംഭവിച്ചേക്കുമോ എന്ന ഭയം കൊണ്ട് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ ഖളാ വീട്ടിൽ നിർബന്ധമാകുന്നതോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുദ്, അതായത് 800 മില്ലി ഭക്ഷ്യദാനം കൊടുക്കൽ നിർബന്ധമാണ്. ഇനി സ്വന്തം ശരീരത്തിന് നാശം ഭയന്നോ അല്ലെങ്കിൽ തന്റെയും കുഞ്ഞിന്റെയും കൂടി നാശം ഭയന്നോ ആണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ നഷ്ടപ്പെട്ട എണ്ണങ്ങൾ ഖളാ വീട്ടിയാൽ മാത്രം മതി. മുദ്ദോൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? മുലയൂട്ടുന്നവളും ഗർഭിണിയും കുഞ്ഞിന് വല്ല നാശം സംഭവിച്ചു നോക്കുമ്പോൾ ഭയന്നോ കണ്ടാണ് നോമ്പ് ഉപേക്ഷിച്ചതിന് ഖളാ വീട്ടിൽ നിർബന്ധമാകുന്നതോടൊപ്പം നോമ്പിന്റെ കൂടെ മുദ്ദും കൊടുക്കണം. മനസ്സിലായില്ലേ? സ്വന്തം ശരീരത്തിന് നാശം ഭയന്നോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ നാശം ഭയന്നോ ആണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അവന് നഷ്ടപ്പെട്ട എണ്ണങ്ങൾ ഖളാ വീട്ടിയാൽ മാത്രം മതി. മുദ്ദു കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ വെറും സൗന്ദര്യ പ്രശ്നം പറഞ്ഞ് നോമ്പ് ഉപേക്ഷിക്കുന്നതോ, സൗന്ദര്യമോ ആരോഗ്യമോ കുറഞ്ഞേക്കുമോ, നമ്മൾ ആരോഗ്യം കുറയോ അല്ലെങ്കിൽ സൗന്ദര്യം കുറഞ്ഞവോ മെലിഞ്ഞൊട്ടോ എന്നൊക്കെ അങ്ങനെയൊക്കെ ആശങ്ക കൊണ്ട് നോമ്പ് ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ്. മനസ്സിലായില്ലേ? സൗന്ദര്യ പ്രശ്നം പറഞ്ഞ് നോമ്പ് ഉപേക്ഷിക്കാൻ പറ്റുമോ? മുലയൂട്ടുന്നവളും ഗർഭിണികളും ഇങ്ങനെ നോമ്പ് എടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഭയപ്പെടാതെ തന്നെ വെറുതെ നോമ്പ് ഉപേക്ഷിക്കുന്ന വലിയ തെറ്റും കുറ്റവരാണ്. ഭയമൊന്നുമില്ല, കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ഓക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഭയമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോമ്പ് ഉപേക്ഷിക്കുന്നത് വലിയ തെറ്റും കുറ്റകരവുമാണ്. നോമ്പ് ഉപേക്ഷിച്ചാലും പിന്നീട് ഖളാ വീട്ടിയാൽ പോരെ. ഇപ്പൊ നമ്മൾ റമദാൻ നോമ്പ് ഉപേക്ഷിച്ചു, അപ്പൊ പിന്നെന്താ ഉപേക്ഷിച്ചാൽ എന്താ, പിന്നെ ഖളാ എടുത്ത് വീട്ടിയാൽ പോരെ, പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ അത് പറ്റില്ല. പിന്നീട് ഖളാ വീട്ടിയാൽ മതിയല്ലോ എന്ന ധാരണയിൽ പലരും റമദാനിൽ നോമ്പിന് ലീവ് നൽകാറുണ്ട്, നോമ്പ് എടുക്കാതിരിക്കാറുണ്ട്. ഒരു കാരണം കൂടാതെ നോമ്പ് ഒഴിവാക്കിയാൽ കടുത്ത തെറ്റും ഹറാമുമാണ്. ഇത്തരക്കാർ പരമാവധി വേഗം ഖളാ വീട്ടിൽ നിർബന്ധമാണ്. ഖളാ വീട്ടിൽ കൊണ്ട് മാത്രം ഉപേക്ഷിച്ച കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നതുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നോമ്പൊക്കെ അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആർക്കും നൽകട്ടെ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.